സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തലസ്ഥാനത്ത് നവീകരിക്കുന്ന 10 റോഡുകളുടെയും പണി മാർച്ച് മാസത്തോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. തിരക്കേറിയ റോഡുകളിൽ നവീകരണത്തിന്റെ ഭാഗമായി കുഴി കുത്തിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം ഏത് റോഡ് എടുത്താലും നമുക്ക് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വാഹനങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ അപായപ്പെടും. എല്ലായിടും ഓട കുഴിച്ചിട്ടിരിക്കുന്ന ഒരു വഴിയും പോകാൻ പറ്റില്ല. മെയിൻ റോഡ് മാത്രമേ ഉള്ളൂ. സർക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെ. അവർ കയറുന്നില്ല. അവർക്ക് നടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കയറുന്നു, ഒഴിഞ്ഞു മാറുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ റോഡുകളിൽ സ്മാർട്ടായി കുഴി കുത്തിയതോടെയാണ് ജനജീവിതം ദുരിതത്തിലായത്. കേരള റോഡ് ഫണ്ട് ബോർഡിന് കീഴിലുള്ള റോഡുകളിലും ഒന്നിച്ച് പണി തുടങ്ങിയതോടെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി. തലസ്ഥാന നഗരിയിൽ യാതൊരു മുന്നൊരുക്കവും കൂടാതെ തലങ്ങും വിലങ്ങും കുഴി കുത്തിയതോടെ കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ഒരുപോലെ പ്രതിരോധത്തിലായി. വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടികളൊക്കെ വരുമ്പോൾ ഒരു വണ്ടിക്ക് പോകാൻ തന്നെ ഇവിടെ സ്ഥലമില്ല. അപ്പോഴത്തേക്കും ഇങ്ങനെ ബസ്സും ഇല്ല. ഇതുപോലെ റോഡ് ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്ത ബഡ്ജറ്റിൻ്റെ സമയമായില്ലേ, അതുകൊണ്ട് അവർ റോഡൊക്കെ കുത്തിപ്പൊളിച്ചിട്ടു. ആ ബഡ്ജറ്റ് അത് ക്ലിയർ ആക്കണ്ടേ, ഞങ്ങൾ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയണ്ടേ. അതിന് വേണ്ടിയാണ് ഈ സമയത്ത് ഈ അവസാന നിമിഷം റോഡെല്ലാം ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടത്. റോഡുകൾ കുളമാക്കിയ സർക്കാർ നടപടിയിൽ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. 12 സ്മാർട്ട് സിറ്റി റോഡുകളിൽ 2 പണി ഇതിനോടകം തന്നെ പൂർത്തിയായി. ബാക്കി 10 റോഡുകളുടെ നവീകരണം മാർച്ച് മാസത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി പറഞ്ഞു. 12 സ്മാർട്ട് റോഡുകൾ, അത് 2 റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി. മറ്റ് 10 റോഡുകൾ മാർച്ച് മാസം 31 മുമ്പ് ഗതാഗത യോഗ്യമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന റോഡുകളിൽ സൗന്ദര്യവൽക്കരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മാനവീയം വീഥി മോഡലിലായിരിക്കും സൗന്ദര്യവൽക്കരണം. തലസ്ഥാനത്തിന്റെ മുഖഛായ അപ്പാടെ മാറ്റുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി അവകാശപ്പെടുന്നത്. ആ പുതുക്കിയ ഛായ കാണാൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് പൊതുജനങ്ങളും ചോദിക്കുന്നത്. അനുജാനൂരിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.